प्रभु सबको आशीष दे। ആമേൻ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. और एक सुबह का समय परमेश्वर तैयार करके दिया, से परमेश्वर को धन्यवाद देते हैं। ആമേൻ. അനേകർക്ക് ലഭിക്കാത്ത ഒരു മഹൽ ഭാഗ്യം കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. कई लोगों को नहीं मिला हुआ एक जो है धन्यवाद परमेश्वर ने हमको दिया है। അതുകൊണ്ട് നാം ദൈവത്തെ അധികം സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. इसलिए हम परमेश्वर को और आराधना और स्तुति धन्यवाद देना चाहिए। ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും ആമേൻ അത് കൂടി പോകത്തില്ല, അത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. ये परमेश्वर कितना भी आराधना देंगे तो वो ज्यादा नहीं होता है, वो कम ही होता है। അത്രത്തോളം ദൈവം നമ്മെ ഓരോ ദിവസവും അനുഗ്രഹിക്കുക. उतना परमेश्वर हमें हर एक दिन अनुग्रह करते हैं। നമുക്ക് ആവശ്യമാകുന്ന എല്ലാ നന്മകളും ഓരോ ദിവസവും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. हमें जो जरूरी है वो सारे भलाई हमें देते हैं। ആ ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. उस परमेश्वर के चरणों में हम हमेशा धन्यवाद से होना चाहिए। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. आज भी सुबह के समय परमेश्वर के वचन की ओर हमारा ध्यान हम देंगे। ഇന്ന് പകൽക്കാലം നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. हम एक वचन पढ़ेंगे, मत्ती किताब 7:24. मत्ती किताब 7वां अध्याय उसका 24वां आयत पढ़ते हैं। ഇവിടെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. इसलिए जो कोई मेरी ये बातें सुनकर उन्हें मानता है वह उस बुद्धिमान मनुष्य की नाई ठहरेगा जिसने अपना घर चट्टान पर बनाया। ആമേൻ. നമുക്ക് ഒത്തിരി സുപരിചിതമായ, ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. हमने बहुत बार सुना हुआ और बहुत बार हम जानते हुए वचन है। കാരണം ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് കർത്താവ് സംസാരിച്ചത്. क्योंकि यहाँ पे दो व्यक्ति के बारे में परमेश्वर बात कर रहे हैं। എന്നാൽ ഇന്ന് പകൽക്കാലം ആ വിഷയമല്ല ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. परंतु आज सुबह मैं वो वचन नहीं लेना चाहता हूँ। ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വാക്ക് ആമേൻ വചനം എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. परंतु यहाँ पे जो है पहले बोला हुआ वचन जो है वो उसके बारे में बात कर रहा है। ആമേൻ. ഈ വചനത്തെ കുറിച്ച് ആമേൻ ഈ കർത്താവ് പറയുന്നതിന് മുമ്പ് തന്നെ അനേക വിഷയങ്ങളെ കർത്താവ് ഇവിടെ സംസാരിച്ചു. तो इसके पहले परमेश्वर ने बहुत सारी बातें बताया है। എന്നിട്ടാണ് പറയുന്നത്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും. क्योंकि अभी ये वचन मेरे जो वचन सुनने वाले सब പ്രൈസ് ദി ലോർഡ്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരെന്നാ കർത്താവ് പറഞ്ഞു. അപ്പോ ആ വചനത്തെ കുറിച്ച് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാം. तो हम वचन के बारे में हम सोचते हैं എന്താണ് വചനം, ആ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? तो वचन का जो अलग क्या है? ആമേൻ. യേശു സംസാരിച്ച വചനത്തിന്റെ പ്രത്യേകത, यीशु मसीह ने जो बोला है ये वचन का अलग क्या है? അപ്പൊ ഓരോരുത്തരും സംസാരിക്കുന്ന ആ സംസാരത്തിന് പ്രത്യേകതകളുണ്ട്. तो हर एक जन जो बात कर रहे हैं बात में क्या है, कुछ अलग है। എന്നാൽ യേശു സംസാരിച്ചത് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യേശു സംസാരിച്ചത്. यीशु मसीह ने जो बात किया सबसे अलग बात किया है। മറ്റുള്ളവർ സംസാരിക്കുന്നതിലും അനേക വ്യത്യാസങ്ങൾ യേശുവിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. दूसरे लोगों ने बात किया उससे भी एकदम अलग था यीशु मसीह के वचन में। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. इसलिए यीशु मसीह ने कहा कि जो है मेरा वचन सुनने वाले। അപ്പൊ വചനം കേട്ടും ചെയ്യാൻ പറ്റും, വചനം കേൾക്കാതെയും നമുക്ക് പലതും ചെയ്യാൻ പറ്റും. वापस भी प्रॉब्लम हो गया है. वचन को आमेन वचन को सुन के भी कर सकता है, या वचन नहीं सुनते हुए भी हम जो काम कर सकता है. यहाँ पर कहता है कि ഞാനങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണത്. ജോബിയെ കിട്ടുന്നില്ല, പോയെന്ന് തോന്നുന്നു. അല്ലാണ്ട് ജോർജ് വന്നു. ജോർജ് പാസ് ചെയ്യും. ജോർജ് പാസ് പ്ലീസ്. Praise the Lord, praise the Lord, praise the Lord. Thank you, Pastor.
ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ സംസാരിച്ചത്. बाइबल में ये वचन पाया जाता है, परमेश्वर की वचन सुने और वो वचन के आधार पर सेवकाई करे. ആമേൻ. അപ്പൊ വചനം കേട്ട് ചെയ്യുന്നവനെ കുറിച്ച് ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നു കർത്താവ്. परमेश्वर की वचन सुनता है और इसके आधार पर जाते हैं, वो बुद्धिमान की न्याय होते हैं. അപ്പൊ വചനം കേൾക്കാതെ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതനുസരിക്കാതെ ചെയ്യുന്നവർ ബുദ്ധി ഇല്ലാത്തവരെന്ന് കർത്താവ് ഇവിടെ പറയുന്നു. वचन के अनुसार ना जाते हैं वो लोग निर्बुद्धि वाले हैं. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ വചനത്തിന് ചില പ്രത്യേകതയുണ്ട്. मसीह ने कहा है वो वचन एक प्रत्येक तौर पर है. അവൻ അത് നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ ചെല്ലുമ്പോൾ वो वचन हम देखते हैं लूका के सुसमाचार 4 अध्याय की 32वां पद में हम देखते हैं. ആമേൻ. അവിടെ ആമേൻ യേശുവിന്റെ വചനത്തെ കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയും. वहां पर मसीह का वचन के बारे में वहां पर दिया गया है. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് കാണുന്നു. मसीह ने जो वचन देता है वो अधिकार के साथ है, इसी कारण में लोग वचन सुनने के लिए आया है. അപ്പൊ യേശു ക്രിസ്തു സംസാരിച്ചത് അധികാരത്തോടെ സംസാരിച്ച്. मसीह वचन दिया है, अधिकार के साथ वचन दिया है. യേശു ക്രിസ്തു അധികാരത്തോടെ സംസാരിക്കുമ്പോൾ യേശുവിനെ പലരും ചോദ്യം ചെയ്തു. मसीह ने इतनी अधिकार के साथ वचन दिया है, औरों ने मसीह को सवाल पूछा है. യേശു ചെയ്ത പ്രവൃത്തികളും അധികാരത്തോടു കൂടെ ആയിരുന്നു, യേശു പറഞ്ഞതും അധികാരത്തോടു കൂടെ ആയിരുന്നു. यीशु मसीह ने कुछ आश्चर्य काम किया, वो अधिकार के साथ बोली आया, वही भी अधिकार के साथ. അതുകൊണ്ടാണ് യേശുവിനെ പലരും ചോദ്യം ചെയ്തത്. इसी कारण में मसीह की ओर उन्होंने सवाल पूछने लगा. കാരണം അവർ യേശുവിനെ കണ്ടിട്ടുള്ളത് ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ടാണ്. मसीह को उन्होंने देखा है ये साधारण तौर पर एक व्यक्ति है. മാത്രമല്ല വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരു ആമേൻ തെറ്റായ രീതിയിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ള ചിന്തയാണ് ആ ജനത്തിനുണ്ടായിരുന്നത്. अनपढ़ने वाले हैं और सादा सीधा रीति पर उनका जन्म नहीं हुई, और ये बात सोच समझते हुए उन्होंने उनका आज्ञा को माना नहीं है. അതുകൊണ്ട് യേശുവിനെ കേൾക്കുകയും യേശുവിനെ നോക്കുകയും ചെയ്തത് ജനം ഒരു പ്രത്യേക രീതിയിലാണ്. इसी कारण में यीशु मसीह को देखते हैं, दृष्टि लगाते हैं, ये अनुचित रीति पर है. എന്നാൽ യേശുവിന്റെ സംസാരവും പ്രവൃത്തിയും ഒരു പ്രത്യേക അധികാരത്തോടുകൂടെ ആയിരുന്നു. मसीह बोली होता है अधिकार के साथ अंगीकार मिलने के लिए दे. അതുകൊണ്ട് ഇവിടെ പറയുന്നു യേശുവിന്റെ വചനം അധികാരത്തോടു കൂടെയാണ് യേശു സംസാരിച്ചത്. यहाँ पर पाया जाता है यीशु मसीह की वचन अधिकार के साथ भी साथ है. പക്ഷെ ഈ അധികാരം എവിടെ നിന്നാണ് ലഭിച്ചത്? ये अधिकार कहाँ से मिला है? ഈ അധികാരം പിതാവായ ദൈവം പുത്രന് നൽകിയതാണ്. ये शक्ति सामर्थ पिता परमेश्वर ने उनका एकलौत पुत्रों को दिया गया है. അതേ അധികാരമാണ് ദൈവത്തിന്റെ മക്കൾക്കും ദൈവം നൽകിയിട്ടുള്ളത്. वही अधिकार है मसीह में विश्वास करते हैं, वो मसीह के लोगों को दिया है. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. वही वचन यूहन्ना का सुसमाचार पहले प्रथम अध्याय के 12वां पद में जो शब्द दिया गया है, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന്. मसीह को अपनाया है और ग्रहण किया है, उसने उन्हें परमेश्वर की संतान होने का अधिकार दिया है. അപ്പോ ദൈവം തന്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളതാണ് ആ അധികാരം. परमेश्वर ने और मसीह ने अपना प्रजा को दिया हुआ है ये अधिकार.
ആ അധികാരം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. वो अधिकार मरकोस की सुसमाचार, मरकोस सुविशेषम 16-ന്റെ-17 16वां अध्याय की 17वां पद में भी वो वचन पाया जाता है. കാരണം വിശ്വസിക്കുന്നവരാൽ അത് ചെയ്യുവാൻ സാധിക്കുമെന്ന് കർത്താവ് പറയുന്നു. जो जिन लोगों ने विश्वास करता है, विश्वास करने वालों की ओर से ये काम पूरा हो जाएगा. അപ്പൊ വിശ്വസിക്കുന്നവരാൽ ചെയ്യാൻ പറ്റുന്ന ആമേൻ ചില കാര്യങ്ങൾ അവിടെ കർത്താവ് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. विश्वास करने वालों में ये चिन्ह हो गए कि वे मेरा नाम से दुष्टात्माओं को निकालेंगे, नई नई भाषा बोलेंगे इत्यादि वचन दिया गया है. അപ്പോ ആമേൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ അതിനൊരു അധികാരം വേണം. मसीह की नाम कहते हुए शैतान को, भूत को उतारने का हो तो मसीह की अधिकार और अंगीकार मिलना चाहिए. അപ്പൊ ആ അധികാരം കർത്താവ് തന്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് അത് അധികാരത്തോടുകൂടെ തന്നെ ചെയ്യുവാൻ കഴിയും. वो अधिकार परमेश्वर की, मसीह की तरफ से मिला है. जो मिलने वालों को वो काम कर सकते हैं. അപ്പൊ നമ്മൾ അതുകൊണ്ട് ആ അധികാരത്തോടുകൂടെ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും. वो अधिकार के साथ हम किया करेगा तो ऐसा ही बना रहेंगे. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ ഒരു അത്ഭുതം കാണുന്നത്. इसी कारण में प्रेरितों की काम में 3रा अध्याय में एक चमकदार काम वहां पर दिखाया गया है. അതിന്റെ 6-ാം വാക്യത്തിൽ പത്രോസ് അധികാരത്തോടുകൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷ നമുക്ക് കാണുവാൻ കഴിയും. और 3रा अध्याय 6वें पद में पतरस ने इतने अधिकार के साथ काम किया गया है. അവിടെ പറയുന്നത്, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. प्रेरितों का काम 3रा अध्याय 6वें पद में, तब पतरस ने कहा, चांदी और सोना तो मेरा पास है नहीं, परंतु जो मेरे पास है वह तुझे देता हूं. यीशु मसीह नासरी के नाम से चल फिर. ആമേൻ. അവിടെ പത്രോസ് ആമേൻ തന്റെ അധികാരം അവിടെ ഉപയോഗിക്കുക. पतरस को जिन शक्ति सामर्थ्य मिला वो शक्ति वहां पर प्रकट किया है. അത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് പത്രോസ് പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് എന്റെ ശക്തിയാലല്ല. प्रेरित पतरस ने आगे कहता है, ये मेरा शक्ति सामर्थ्य नहीं है. പ്രൈസ് ദി ലോർഡ്. ഇത് എനിക്ക് ദൈവം തന്നതാണെന്ന് പത്രോസ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ये शक्ति मसीह ने मुझे पर सौंपा गया है. അതെ, 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കുന്നത്? 12वां पद में पतरस ने कहता है, आश्चर्य होकर क्यों देख रहा है. കാരണം ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്തതല്ല, ये हमारा स्वयं शक्ति से किया नहीं है. ഞങ്ങളുടെ ഭക്തി കൊണ്ട് ചെയ്ത കാര്യമല്ല ഇത്, हमारा भक्ति की तरफ से भी नहीं किया है. അത് ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ശക്തിയാണ്. ये देखकर पतरस ने लोगों से कहा, हे इस्राएलियों, तुम इस मनुष्य पर क्यों आश्चर्य करते हैं और हमारी ओर क्यों इस प्रकार देख रहे हो कि मानो हम ही ने अपने सामर्थ्य या भक्ति से इसी चलने फिरने योग्य बना दिया है. അമീൻ. നോക്കിയേ, അവിടെ പറയുന്നത് ഞങ്ങളുടെ ശക്തിയോ ഭക്തിയോ കഴിവോ കൊണ്ടല്ല ഇത് ഈ മനുഷ്യൻ നടന്നത്. प्रेरित पतरस ने कहा था, हमारा स्वयं शक्ति सामर्थ्य से ये लंगड़े वाला चलने फिरने ये है. കാരണം കുറച്ച് സമയത്തിന് മുമ്പ് വരെയും അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന വ്യക്തി थोड़ा सा समय की पगले तक वहां पर भिखारी होकर भीख मांगने वाले थे. അവനിപ്പോൾ കുതിച്ചെഴുന്നേറ്റ് ആമേൻ ദൈവത്തെ സ്തുതിക്കുക. उन्होंने खोते हैं, दौड़ते हैं, ईश्वरी का भजन गाते रहते हैं.
8-ാം വാക്യത്തിൽ പറയുന്നത് അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. वहां पर उज्जल कर खड़ा हो गया और चलने फिरने लगा और चलता और कूदा और परमेश्वर की स्तुति करता हुआ उसके साथ मंदिर की ओर गई है. അപ്പൊ കുറച്ചു സമയം മുമ്പ് വരെയും ആലയത്തിന്റെ പുറത്തിരുന്നവൻ थोड़ा सा समय की पहले तक परमेश्वर की आराधना आलय की डेवड़ी में थे, എന്നാൽ ഇപ്പോൾ അവൻ ആലയത്തിന്റെ അകത്ത് പ്രവേശിച്ചിരിക്കുക. अभी जो आराधना आलय की अंदर भीतर आ गया है. പക്ഷെ അകത്ത് പോയത് മറ്റുള്ളവർ പോയതുപോലെയല്ല അവൻ പോയത്. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തുക. औरों ने मंदिर के अंदर आया इसी नहीं, उन्होंने कूदते हैं और चलता है और इतनी आरोग्यवान होकर आराधनालय के अंदर आया है. ആമേൻ. മറ്റുള്ളവരെല്ലാം ഒരു ബലമില്ലാതെ ആരാധിക്കുമ്പോൾ ഇവൻ അതിശക്തിയോടുകൂടെ ആരാധിക്കുക. वहां पर दिनभर जाते हुए लोगों ने और ऐसी रीति पर प्रार्थना आराधना करता है, लेकिन ये ऐसा नहीं है, कूदते हैं, दौड़ते हैं, आराधना करते हैं. അവന്റെ ആരാധനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. उनकी आराधना को एक व्यत्यस्त रीति देखते हैं. അതുകൊണ്ടാണ് ജനം അവനെ അത്ഭുതപ്പെട്ട് നോക്കിയത്. इसी कारण में लोग ने अचंबा होकर आश्चर्य होकर देखने लगा है. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എന്റെ ജീവിതത്തിൽ ഇതുവരെയും പ്രാപിക്കാത്തതെന്ന് എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു. वो लंगड़े वालों को पूछताछ करेगा तो उन्होंने कहा आज तक अभी तक मैं ऐसी हाल नहीं हुई, अभी प्रभु की शक्ति सामर्थ्य से मैं कूदते हैं, चलते हैं. അതുകൊണ്ടാണ് അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ആരാധിക്കാൻ തുടങ്ങിയത്. इसी कारण में और लोगों से भी और अलग रीति पर उन्होंने आराधना करने के लिए शुरू किया है. അത് നമ്മുടെ ആരാധനയ്ക്കും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ പോലെ അനുകരിക്കുകയല്ല ചെയ്യേണ്ടത്. हमारा इसी रीति पर औरों ने दूसरे लोगों ने आराधना करते हैं ऐसी रीति पर नहीं, हमारे में कुछ चमकदार काम मसीह किया तो वो सामर्थ्य के आधार पर आराधना करना चाहिए. അതെ, പൈസലോട് നമ്മുടെ ആരാധനയ്ക്കും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ആ ആരാധന ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം. हमारा आराधना में एक अलगदाई होना चाहिए, इसी कारण में प्रभु प्रसन्न करेंगे. അപ്പൊ ഇവിടെ അവന്റെ ആരാധനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ജനമെല്ലാം അവനെ നോക്കാൻ തുടങ്ങി. इसका आराधना को एक अलगदाई देता है, इसी कारण में और लोग सबने उनके ऊपर दृष्टि लगाया है. അവൻ എത്രയോ പ്രാവശ്യം അകത്തുള്ള ആരാധന കാണുവാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ചിരിക്കാം. ये लंगड़े वालों ने बाहर दे कितने बार आराधनालय की अंदर की आराधना कैसे चलते हैं वो देखने के लिए जागते रहते थे. അകത്തുള്ള ശബ്ദം അവന് കേൾക്കാമെങ്കിലും അകത്തോട്ട് പ്രവേശിപ്പാൻ അവന് അനുവാദമില്ല. आराधनालय की अंदर की आवाज सुनते हैं, लेकिन उनको अंदर आने के लिए अनुमति नहीं है. കാരണം ഇവൻ സ്വയമേ അവിടെ വരുന്നതല്ല, ഇവനെ അവിടെ കൊണ്ട് ഇരുത്തുന്നതാണ്. कारण यही है, अपने आप को वहां पर आने के लिए नहीं आज नहीं सकते हैं, औरों ने उनको वहां पर डालते हैं. ആ 2-ാം വാക്യത്തിൽ പറയുന്നു, അവനെ ചിലർ ചുമന്നു കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നത് ഒരു പതിവാണ്. दूसरा वाक्य में लिखा है, और लोग एक जन्म के लकड़े को ला रहे थे, जिनको वे प्रतिदिन मंदिर के उस द्वार पर जो सुंदर कहलाता है बैठा देते थे. ഒന്ന് നോക്കിയേ, അവനെ ദിനം പ്രതി എല്ലാ ദിവസവും അവനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുക. दिनम प्रति उन्होंने उठाकर लाकर इधर बैठाते हैं. അവൻ അവിടെ ഇരുന്നിട്ട് ആമേൻ ആലയത്തിൽ പോകുന്നവരുടേതായ പൈസകൾ മേടിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. उन्होंने भिख मांगने के लिए वहां पर बैठा है. പക്ഷെ ആ പൈസയൊന്നും അവനെടുത്ത് സ്വയമായിട്ട് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അവനെ കൊണ്ട് ഇരുത്തുന്നവര് അത് സമ്പാദിക്കുക. वो अपने आप को ये पैसा बटोरते हैं, उपयोग नहीं कर सकते हैं, उनको किसने लाते हैं, उन्होंने पैसा लेते हैं.
ആ അനേകരും ഇങ്ങനെയാ പ്രൈസലോടും മറ്റുള്ളവർ കൊണ്ട് ഇരുത്തുന്നത് പോലെ പ്രവർത്തിക്കുന്നു, മറ്റുള്ളവർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നു, പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും കാണാൻ കഴിയുന്നില്ല. हम देखते हैं मोरों ने कहते हैं वैसा ही जाते हैं, अपना खुद कुछ ना कुछ काम नहीं कर सकते हैं. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ സ്വയമായിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം അവന് ആരാധനാലയത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. अपने आप को खुद कुछ कर नहीं सकते हैं. जब तक उनका शरीर ठीक हो जाएगा तब तक आराधनालय के अंदर जा नहीं सकते हैं. അവൻ അവിടെ കാണുന്നത് പത്രോസ് തന്റെ അധികാരം ഉപയോഗിച്ചപ്പോൾ वहां पर हम पाया जाता है पत्रोस ने उनकी अधिकार उपयोग किया है. അവൻ എഴുന്നേൽക്കുക മാത്രമല്ല, അവൻ ആരാധനാലയത്തിനകത്ത് പ്രവേശിക്കുവാൻ ഇടയായി. केवल खड़ा पैर पर खड़ा हो गया इतना नहीं, उन्होंने आराधना के लिए, आराधना करने के लिए उन्होंने तैयारी भी हुई है. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഇവൻ അകത്ത് പ്രവേശിച്ച് ആരാധിച്ചപ്പോൾ പുറത്ത് ഇവനെ കൊണ്ടുവന്നവർ നോക്കിക്കൊണ്ട് നിൽക്കുക. परमेश्वर के दास ने ऐसा सोच विचार करते हैं, इन्होंने ये लंगड़े व्यक्ति को चंगाई हुई आराधनालय के अंदर आराधना करते हैं, तब उनको लाकर बैठाते हैं. वो रिश्तेदारों को आश्चर्य अचंबा हो गया है. അവർ അവിടെ നോക്കുന്നത് അവരുടെ ബിസിനസ് നഷ്ടപ്പെട്ടു പോയി. उन्होंने सोच समझते हैं लेन देने में, उनका व्यवहार में मिलकत कम हो गया है. അതുകൊണ്ട് പുറത്ത് നിന്നുകൊണ്ട് ഇവനെ ചുമന്നുകൊണ്ട് വന്നവർ വിളിക്കുക, ആമേ നീ അകത്ത് കയറരുത്, നീ ഇങ്ങ് പുറത്ത് വാ. इसी कारण में उन्हीं के द्वारा लाभदायक बनाने वाले कहते हैं तुम अंदर आराधना करना नहीं, तुम बाहर आ जाओ. ആമേ പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നോണ്ട് വിളിക്കുക, നിനക്ക് ബിരിയാണി തരാം, നീ ഇങ്ങ് പുറത്ത് വന്നാൽ മതി, ആമേ നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് പുറത്ത് നിന്നവർ വിളിക്കുക. इनके तरफ से फलदायक धन कमाए हुए व्यक्तियों ने कहते हैं तुम अंदर बैठना नहीं, तुम बाहर आओ, खिलाएंगे, तुमको पिलाएंगे. പ്രൈസ് ദി ലോർഡ്. അവനോട് പറയുക, നിനക്ക് ബിരിയാണി തരാം, നീ പുറത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുക, എന്റെ നരിയാണി ഉറച്ചു, എനിക്കിനി പുറത്ത് വരേണ്ട കാര്യമില്ല, ഞാനിനി അകത്ത് നിൽക്കത്തുള്ളൂ. वो उनको बिरयानी खिलाएगा, अच्छा भोजन देगा. ये बात कहे हुए व्यक्तियों को ये कहता है मेरा पैर तो ठीक हो गया है, मैं अभी पैर पर है. അവൻ ഇനി എനിക്ക് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വാക്ക് കേട്ട് ഭിക്ഷ യാചിക്കുന്ന സ്വഭാവമല്ല, ഇനി എനിക്ക് എന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കണം. मसीह ने पतरोस के द्वारा मुझे दिया हुआ यो दान वरदान अभी तेरी ओर से नहीं, अभी मसीह ने हमें दिए हुए है, इसलिए हमारा मुंह खोलकर हम आराधना करेंगे. ആമേൻ. അവൻ ഇതുവരെയും ആമേൻ ആരാധന കാണാത്തവൻ, ആരാധനയെ കുറിച്ച് ആമേൻ മനസ്സിലാക്കാത്തവൻ ഇന്ന് ആമേൻ അവൻ തുള്ളിച്ചാടി ആരാധിക്കുക. आज तक उसी घड़ी तक उन्होंने आराधना चख कर देखने के लिए अवसर नहीं हुई, अभी आराधना अंदर बैठते हुए चख कर देखते हैं. ആമേൻ. അത് പത്രോസിന് ലഭിച്ചതായ അധികാരം പത്രോസ് അവിടെ ഉപയോഗിച്ചു. जो पतरोस को प्रभु ने दिया हुआ वो अधिकार पतरोस ये व्यक्ति के ऊपर उपयोग किया है. നമ്മുടെ ജീവിതത്തിലും ദൈവം അതുപോലെയുള്ള അധികാരമാണ് തന്നിട്ടുള്ളത്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. हमारा जिंदगी में यही बात है, ये अधिकार हम उपयोग करें. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ഒരു അധികാരമുണ്ടായിരുന്നു. मसीह की शब्द को एक अधिकार है. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ यूहन्ना का सुसमाचार 6वें अध्याय में हम जाएंगे. അതിന്റെ 63-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 70वां पद में ऐसा लिखा है, ആമേൻ. ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. और मांस कोई कुछ काम के लिए उपयोग नहीं होता है, परमेश्वर की वचन शक्ति और सामर्थ्य है. അപ്പോ യേശു സംസാരിച്ച വചനത്തിന് ആത്മാവും ജീവനുമുണ്ട്. और आत्मा तो जीवन दायक है,
शरीर से कुछ लाभ नहीं, जो बातें मैंने तुमसे कही है वे आत्मा है और जीवन भी है। ആമേൻ. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ यूहन्ना का सुसमाचार 11वां अध्याय में हम आएंगे, അതിലെ 43-ാം വാക്യം. उसका और 43वां पद में यह कहकर उसने बड़े शब्द से पुकारा, हे लाजर निकल आ। ആമേൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചെന്നാ പറയുന്നത്. यह कहकर उसने बड़े शब्द से पुकारा। അവിടെ പതുക്കെയല്ല യേശു സംസാരിച്ചത്, അവൻ ഉറക്കെ വിളിച്ചു, ലാസറെ പുറത്തു വാ. मसीह ने उसने बड़े शब्द से पुकारा, हे लाजर भाग रहा। ആമേൻ. മരിച്ച് 4 നാളായി നാറ്റം വെച്ചു എന്ന് പറഞ്ഞതായ ആമേൻ സഹോദരിമാര് പറഞ്ഞതായ ആ ലാസറിനെ യേശു വിളിച്ചു. मृतकों में है, मरे हुए 4 दिन बीत गई है, उनका लाज शरीर सड़ गई है और दुर्गंध आते हैं, अभी हो नहीं सकता है, ये लाजर की बहनों ने कहा है। എന്നാൽ ആമേൻ യേശു ആ കല്ലറയ്ക്കൽ നിന്നിട്ട് അവൻ ഉറക്കെ വിളിക്കുന്നത് ലാസറെ പുറത്തു വരിക എന്ന്. ये बात देखते हुए ये लाजर तू बाहर आओ। അപ്പോ ആ മരിച്ച് ആമേൻ നാറ്റം വെച്ച് തുടങ്ങിയ ശരീരത്തിൽ ജീവനും ആത്മാവും പ്രവേശിച്ച് ജീവനുള്ള ദേഹിയായി പുറത്തു വന്നു. लाजर मृत्यु पाया, वो कब्र के अंदर है, दुर्गंध आया है, वो दुर्गंध शरीर पर मसीह की वाणी शब्द आया है, वो मर्दों से जीव उड़कर कब्र से बाहर आया है। അവൻ അവിടെ പറയുന്നത് ആത്മാവും ജീവനും ഉള്ളതാകയാൽ മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിയും. और आत्मा और जीवन है, इसी कारण उनको झुला सकते हैं। ആ ദൈവത്തിന്റെ മക്കൾക്കും ദൈവം അതേ അധികാരം കൊടുത്തിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ ആ ജീവനും ശക്തിയും പുറപ്പെടും. वो परमेश्वर में यीशु मसीह में विश्वास करने वालों को परमेश्वर ने यही अधिकार शक्ति दिया है, उपयोग करने के लिए प्रभु हमें उपयोगी बनाते हैं। അതുകൊണ്ടാ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. इसी कारण में मसीह ने कहता है, मैं जो कुछ किया जाते हैं वो लोग इससे भी अधिक किया करेगा। അപ്പോൾ ഇവിടെ വചനം പറയുന്നത് യേശുവിന്റെ വാക്കുകൾക്ക് ജീവനും ശക്തിയുമുണ്ട്. इसी कारण में बाइबल में पाया जाता है मसीह का वचन जीवन और शक्तिमय है। ആമേൻ. ആ ആത്മാവും ജീവനും ഉള്ളത് ആത്മാവില്ലാത്തതിനെ ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി തീർക്കുന്നു. ये शक्ति सामर्थ्य आत्मा नहीं है तो वो शक्ति मसीह की शक्ति से जीवन और जिंदा रहने से है। അപ്പോ ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇതുപോലെ ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവവചനം പറയും. बाइबल में यही सिखाते हैं, मसीह ऐसा किया तो मसीह में विश्वास करने वाले की ओर से यही सामर्थ्य किया कर सकते हैं। അത് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതായി തീരണം. हमारा बोली, हमारा शब्द औरों को जिलाना और सामर्थ्य देने की शब्द होना चाहिए। നമ്മുടെ വാക്കുകൾ കൊണ്ട് കൊല്ലുവാനും കഴിയും, ജീവിപ്പിക്കുവാനും കഴിയും. हमारा बोली जीव से निकलते हुए शब्द की तरफ से औरों को जिला भी सकता है, सदा भी सकता है। വചനം അങ്ങനെയാ നമ്മോട് പറയുന്നത്. वचन हमको ऐसा सिखाते हैं, ജീവനും മരണവും നിന്റെ നാവിന്മേലുണ്ട്. मृत्यु और जीवन हमारा जीव में है। അത് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അത് സംഭവിക്കും. जो हम बोला जाएगा ऐसा भी हम कहा जाएगा, ऐसा भी संभव होता है। ഇല്ല എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ऐसा नहीं है तो थोड़ा विचिंतन करे। ആ ചില അമ്മയപ്പന്മാർ മക്കളെ നോക്കിയിട്ട് ചില വാക്കുകൾ പറയും. माता पिता को देखते हुए कोई किसी ने कुछ शब्द दिया देते हैं।
അമ്മയപ്പന്മാർ മക്കളെ ചിലപ്പോൾ മോശമായ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. माता पिताओं ने बच्चों के साथ कुछ दुर्बल बात दिया गया होगा. നീ ഇങ്ങനെ തന്നെ ആയിത്തീരും, നീ അങ്ങനെ തന്നെ പോകും എന്ന് ചിലപ്പോ ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കാം. जो ऐसी वेदना के साथ, दुख के साथ उन्होंने माता पिताओं ने बच्चों को कहा तू सही ठीक नहीं रहेंगे, ये श्रापित की वचन दिया देता होगा. തലമുറകളെ ഒന്ന് നോക്കിയേ, അവർ അങ്ങനെ തന്നെ ആയിത്തീരുന്നത് കാണുവാൻ കഴിയും. पीढ़ियों को देखते हैं ऐसा ही हो जाता है. കാരണം അമ്മയപ്പന്മാർ പറയുന്ന വാക്കുകളാണ്. कारण ये है माता पिताओं ने उनका दुख के साथ कहता हुआ शब्द है. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ചില കുടുംബത്തിൽ ചില ആൺമക്കൾ ജനിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, परमेश्वर के दास ने इसी प्रकार की सुना गया है. और कुछ लड़कों जन्म होते हैं तब ऐसा कहानी कहावत है. ഇവന് എന്തെങ്കിലും ചുമടെടുത്ത് എന്തെങ്കിലും എന്താ പ്രൈസലോട് ചുമടെടുത്തോ ചാണകം ചുമന്നോ അവൻ അവന്റെ ജീവിതം കഴിച്ചോളും എന്ന് പറയും. वो बालक होए तो लड़का हो तो उनको बैठा देगा, तो उनको ऐसा खोपरा उठाए और ऐसा कुछ ना कुछ काम करके मेहनत करते हुए उनको जिएंगे. शब्दम बोई भाष है, शब्दम बोई भाष है, शब्दम बोई. Praise the Lord, praise the Lord, praise the Lord. ഇപ്പോഴാ ഭാഷ ഇപ്പൊ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അമ്മയപ്പന്മാർ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനോട് പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അതുപോലെ നടക്കും. माता पिताओं ने वो बच्चा लड़का होवे तो जन्मे है, वो जन्मने में जो कहते हैं ऐसा भी हो जाता है. ചില പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ഇങ്ങനെ പറയും, അവർ ഏതെങ്കിലും വീട്ടില് പാത്രം കഴിയെങ്കിലും ജീവിച്ചോളും. वो लड़कियों जन्मे है तो कोई किसी का घर में नौकरानी होकर रहते हुए जिएंगे. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പണ്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞ് എത്ര പഠിക്കാൻ ശ്രമിച്ചാലും അവളുടെ മനസ്സിൽ കിടക്കുന്ന ഈ വാക്കുകളായിരിക്കും നിറവേറുന്നത്. जो लड़का हो लड़की हो उनका मन में जो बात सुना है, कितना भी पढ़े लिखे हो, पढ़ने के लिए बैठते हैं, मेरा हाल यही है इसलिए ज्यादा पढ़ने के लिए कोई जरूरत नहीं होता है. അതുകൊണ്ടാ പറയുന്നത് തലമുറകളെ നമ്മൾ അനുഗ്രഹിക്കുന്നവരായി തീരണം. इसी कारण में वचन बताता है पीढ़ियों को आशीष करके प्रार्थना करना, बोली भी होना. കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ അതുപോലെ സംഭവിക്കും. कारण यही है हम जो कुछ कहते हैं ऐसा ही संभव होता है. അതിന് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ വായിലുള്ള വാക്കുകൾ അത് ശ്രദ്ധയോടെ പറയണം. कोई फेर फर्क नहीं पड़ते हैं, हमारा बोली सही रीति पर होना. ആമേൻ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ചിലർ ഈ രോഗികളെ നോക്കാൻ പോകും. मैं पहले बार ऐसा कहा था और कई लोग बीमारियों को मिलने के लिए देखने के लिए जाते हैं. അവിടെ ചെന്നിട്ട് ആ രോഗികളെ കണ്ട് ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് പകരം वो बीमारी व्यक्ति को देखते हुए वहां पर दिलाजा देना, प्रार्थना करना, उससे बदले അവരെ നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ള ജീവൻ കളയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. और उनको निराशा देता है, उनका जीवन प्राण उठा लिया जाता है. ऐसे प्रकार की हमारा बोली कहावत होता है. ഞാനിത് പറയുന്നത് ഞാൻ അനുഭവിച്ചത് കൊണ്ടാ പറയുന്നത്. എന്നോട് സംസാരിച്ച വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. और परमेश्वर के दास की अनुभव की तरफ से कहते हैं. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചില രോഗികൾ വന്ന് പ്രാർത്ഥന വിഷയം പറയും. और परमेश्वर के दास के देश में एक परमेश्वर की बहुमूल्य दास थे. कई लोग वहां पर आते हैं, प्रार्थना करते हैं, उनको और वरदान भी दिखा देते हैं. അദ്ദേഹത്തോട് പ്രാർത്ഥന തന്റെ വേദന അല്ലെങ്കിൽ തന്റെ ഭാരം ആ ദൈവദാസനോട് പറയുമ്പോൾ और आने वाले लोग वो
वो परमेश्वर की दास की ओर उनका दुख हो, वेदना हो, संकट हो, जो कहते हैं, അദ്ദേഹം അതിനെ ഒരു നിസാരവൽക്കരിച്ച് അവരെ ഒന്ന് സന്തോഷകരമായി മാറ്റി. वो बात को हल्का करके बातचीत कर कर उनको आनंद बनाते हैं. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. उसके बाद में उन्हीं के लिए प्रार्थना करते हैं. ഈ വലിയ ഭാരത്തോടും വേദനയോടും രോഗത്തോടും കടന്നു വരുന്ന വ്യക്തി സന്തോഷമായി മടങ്ങി പോകുന്നത് കാണാൻ പറ്റും. ये व्यक्ति वेदना के साथ, दुख के साथ बहुत बोझ उठाकर आते हैं. वो परमेश्वर की दास ने तसल्ली देते हैं, आनंद भर कर उन्होंने जाते हैं. അതെ, നമ്മുടെ വാക്കുകൾ എപ്പോഴും അത് മറ്റുള്ളവർക്ക് ആശ്വാസകരമായി തീരണം. हमारा शब्द बोली औरों को आनंद देने का अवसर देना चाहिए. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു അതാണ് പറഞ്ഞിരിക്കുന്നത്. यूहन्ना की सुसमाचार 14 अध्याय 13-14 अध्याय में मसीह ने वो ही बात कहा है. ഹൃദയം കലങ്ങി വേദനിച്ചിരുന്ന ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. तुम्हारा मन व्याकुल ना हो, परमेश्वर पर विश्वास रखो और मुझ पर भी विश्वास रखो. കാരണം നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നത് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഈ കലക്കം സംഭവിക്കുന്നത്. तुम्हारा मन व्याकुल होता है, कारण यही है तुम्हारा हृदय दुख से भर जाते हैं. इसी कारण में നമ്മുടെ വിശ്വാസത്തിന് ചില ഉലച്ചികൾ സംഭവിക്കുമ്പോൾ, വിശ്വാസത്തിന് ചില തടസ്സങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വ്യാകുലമായി തീരും. हमारा विश्वास टूट फूट जाते हैं, वो रुकावट होते हैं, तब हमारा प्रार्थना में भी कमजोर हो जाते हैं. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ബലമുള്ളവരായി തീരണം, നിങ്ങൾ ദൈവത്തിലും എന്നിലും വിശ്വസിപ്പീൻ. इसी कारण में बाइबल हमें बताता है, मसीह पर विश्वास रख, मसीह पर भरोसा रख, तुम्हारा जिंदगी सुख सुखी में रह जाएगी. വ്യാകുലപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങി പോകരുത്. व्याकुल है, वेदना से भरी हुई लोगों को, शिष्यों को मसीह कहता है, तुम्हारा मन व्याकुल ना हो. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴൊരു ചിന്ത, ഞങ്ങൾ സകലതും വിട്ട് യേശുവിന്റെ പിന്നാലെ വന്നതാ. जो मसीह की शिष्यों की ये वेदना है, हम सब कुछ त्याग करते हुए तेरी पीछे हो लिया है. അപ്പോ യേശു അവരെ വിട്ടു പോകാൻ പോകുക, ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ നടക്കുന്നത്? मसीह उन्हों को छोड़कर वापस जा रहा है. शिष्यों ने ऐसा सोच विचार करते हैं, आगे की पग कहाँ रखूं. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഭവനമില്ല എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഭവനം ഒരുക്കാനാ പോകുന്നത്. और इसलिए मसीह ने कहा है, तुम व्याकुल ना हो. भवन नहीं है, सोचेगा तो तुम्हारे लिए अच्छा भवन बनाने के लिए मैं जा रहा हूं. അതെ, ഇതുവരെയും നിങ്ങൾക്ക് ലഭിക്കാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായ സുന്ദരമായ ചിലത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാനാ ഞാൻ പോകുന്നു. आज तक अभी तक तू देखा नहीं है, ऐसा एक अच्छे भवन तुम्हारे लिए तैयार करने के लिए मैं जा रहा हूं. ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത, ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ചിലത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുവാനാ ഞാൻ പോകുന്നത്. तुम्हारा कल्पनाओं में आया नहीं, आएगा भी नहीं, ऐसी प्रकार की एक अच्छा भवन तुम्हारे लिए तैयार करने के लिए मैं जा रहा हूं. അത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യരും തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും നിറഞ്ഞതായത് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. मसीह कहता है, मैं जाता है, आज तक तूने कुछ आनंद मगन नहीं हुई है तो, और ऐसा अच्छा कुशलता की अनुग्रह की भागी के लिए भवन तैयार करने के लिए मैं जा रहा हूं. വേദനിച്ചിരുന്ന ജനത്തോട് യേശു ആശ്വസിപ്പിച്ച് അവരോട് സംസാരിക്കുക. दुख से और वेदना से भरी हुई जो शिष्यों को मसीह ने अच्छा दिलासा देते हुए आश्वासन की वचन दिया देता है. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായി തീരണം. इससे नहीं हमारा बोली एक एक शब्द दूसरों को दिलासा देता है, आश्वासन की वचन होना चाहिए. കർത്താവ് അതാ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യണമെന്ന് കർത്താവ് പറയുന്നത്.
मसीह हमारे से आग्रह रखता है हम ऐसा प्रेम मेल मिलाप में रह जाए। യേശുവിന്റെ വചനം അങ്ങനെയുള്ളതായിരുന്നത് കൊണ്ട് നമ്മുടെയും വാക്കുകൾ അങ്ങനെയുള്ളതായി തീരണം. मसीह की शब्द ऐसा ही है, इसी कारण में हमारा शब्द भी ऐसा भी होना कर्तव्य फर्ज है। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്റെ വാക്കുകളെ കേട്ട് അതിൻ പ്രകാരം ചെയ്യണം. मसीह से ये कहता है मेरी शब्द सुने और मैं कहता है वैसा ही जीवन बिताए। ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ വാക്കുകൾ ലാവണ്യമുള്ളതായിരുന്നു. और लूका के सुसमाचार 4 अध्याय में लिखा है मसीह की बोली ऐसा खूबसूरत और सुंदरता वचन दिया गया है। ആമേൻ. യോഹന്നാൻ പറയുന്നത് അവന്റെ വചനം ന്യായം വിധിക്കുന്നതാണ്. यूहन्ना ने यो बात वचन दिया है, मसीह की वचन न्याय करने वाले शब्द है जो न्यायिश है। ആ യോഹന്നാൻ 8:51 പറയുന്നത് അവന്റെ വാക്കുകൾക്ക് മരണമില്ലാത്ത വാക്ക്. और यूहन्ना 8:51 में लिखा है और इनका शब्द मैं तुमसे सच सच कहता हूं कि यदि कोई व्यक्ति मेरा वचन पर चलेगा तो वह अनंत काल तक मृत्यु को ना देखेगा। അപ്പൊ നോക്കിയേ, യേശുവിന്റെ സംസാരം മരണമുള്ളതല്ല, മരിച്ചതിനെ ജീവിപ്പിക്കുന്നതും മരണമില്ലാത്തതാക്കി തീർക്കും. ये वचन यही बात मसीह कहता है, मसीह की वचन मृत्यु जल नहीं है और मृतों से जिलाते हुए शब्द है। അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകളും മരണാസനമായി കിടക്കുന്നതിനെ ജീവനുള്ളതാക്കി തീർക്കുന്നതായി തീരട്ടെ. ऐसा होवे तो हमारा शब्द भी अनंत काल की जीवन के लिए जीवन देते हुए वचन होना चाहिए। യേശു സംസാരിച്ചതുപോലെ ആമേൻ മറ്റുള്ളവരെ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാക്കി തീർക്കാൻ നമ്മുടെ വാക്കുകൾ. यीशु वचन दिया, इसी नहीं हमारा वचन भी औरों को जिलाने के लिए, सामर्थ्य शक्ति देने के लिए वो वचन के आधार पर होने के लिए जागते ही रहे। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനായി തീരും. इसी कारण में मसीह ने कहता है मेरा वचन जो किसी ने मानेगे और ऐसा भी करेंगे वो बुद्धिमान घर बांधने वाले की न्याय होते हैं। ഇന്ന് പകൽക്കാലം നമുക്കും ആ കർത്താവിന്റെ വചനം കേട്ട് അതിൻ പ്രകാരം ചെയ്യുവാൻ സമർപ്പിക്കാം. आज भी ये शब्द माने जो बुद्धिमान की न्याय हमारे, हम भी बुद्धिमान बने, वो वचन बांटने दे। प्रभु परमेश्वर हमको ये वचन हमसे आदर दे। ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज दिन में हमारा मसीह की ओर अपने आप को समर्पण करे। ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. एक क्षण समय प्रार्थना में रहे। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे प्रेमी दयालु, अच्छे भले समय के लिए हम परमेश्वर के सामने और हृदय की गहराई से वो प्रार्थना करते हैं। ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിനായി സ്തോത്രം. एक दिन भी प्रभु ने हमारे लिए दिया, इसलिए धन्यवाद। ഈ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ये वचन सुने हुए सारे सबों को तेरे हाथों में समर्पण कर देते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. पिता और पुत्र और पवित्र आत्मा के नाम में आशीष अनुग्रह करते हुए हम प्रार्थना करते हैं। അവിടുത്തെ വചനം ഞങ്ങൾ കേട്ട് അതിൻ പ്രകാരം ചെയ്യുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. तेरी वचन सुनते हुए वचन के आधार पर जीने देते हैं, इसलिए हम धन्यवाद देते हैं। അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. वो वचन सुनाने के लिए, सुनने के लिए बलवंत किया है, इसलिए धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. हमारा प्रार्थना सुना, इसलिए धन्यवाद, यीशु मसीह के नाम में। ആമേൻ. आमेन, आमेन, आमेन। താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തക്ക സമയത്ത് കടന്നു വന്ന് ആമേൻ ട്രാൻസ്ലേഷൻ ചെയ്തതിനായി നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.